25ാമത്തെ എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് സൗരഭ് അനിരുദ്ധിനോട് പറയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്തൊക്കെ ഉണ്ടായെന്ന് നിനക്ക് പറഞ്ഞു തരാം, എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് സൗരഭ് അനിരുദ്ധിനെ പിടിച്ചിട്ട് ഒരു ഭാഗത്ത് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് എന്താ നീ ചെയ്തതെന്ന് അനിരുദ്ധ് ഇങ്ങനെ ചോദിക്കുമ്പോൾ സൗരഭ് പറയാണ്, ഞാൻ അവളുടെ കൈ പിടിച്ചെന്ന് ശരി, അവളുടെ കൈമ മുറിയാക്കിയത് ഞാൻ തന്നെയാണ്, പക്ഷേ അതെൻ്റെ സ്നേഹം കൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ അവളെ ഉപദ്രവിച്ചതല്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആദ്യം അനിരുദ്ധിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് പറയണ സ്നേഹം കൊണ്ടോ നീ എന്തൊക്കെ പറയണമെന്ന് പറയുമ്പോൾ സൗരഭ് പറയാണ്, കല്യാണത്തിന് ശേഷം എല്ലാവരും ചെയ്യുന്നത് തന്നെ ഇതൊക്കെ, അതുപോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധിന് കാര്യം മനസ്സിലാവും. അപ്പോൾ അവൻ അവിടെ നിന്ന് ചിരിക്കുകയാണ്, ഓ ഇതാണ് രെ, എനിക്കിപ്പോഴല്ലേ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവൻ ക്ഷമ ചോദിക്കുന്നുണ്ട് സൗരഭിനോട്. പിന്നെ അനിരുദ്ധും സൗരഭും കൂടിയിട്ട് അവരുടെ എല്ലാവരുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അനിരുദ്ധ അവരോട് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചു, ഞാൻ കുറേ വഴക്കൊക്കെ ഉണ്ടാക്കിയില്ലേ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ തെറ്റാണെന്നൊക്കെ അവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ സൗരഭ് പറയുന്നുണ്ട്, ക്ഷമ ഒന്നും ചോദിക്കല്ലേ മുതലാളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ പണ്ടിത് പറയാണ്, നീ എന്നെ മുതലാളി എന്ന് വിളിക്കരുത്, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സോറി ഞാൻ അനിരുദ്ധയെന്ന് വിളിക്കുന്നുണ്ട് സൗരഭ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബോന്തിതക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. അവൾ പറയാണ്, എന്തായാലും തെറ്റിൻ്റെ ഭാഗത്താണല്ലോ നിങ്ങളും നിൽക്കുന്നത്, ചേച്ചിയുടെ കൈ പിടിച്ച് തിരിച്ച് ഞാൻ കണ്ടതല്ലേ, അപ്പോൾ അത് തെറ്റല്ലേ എന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധ് പറയണം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പിന്നെയും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളോട് പറയാണ്, നീ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് എങ്ങനെ ഞാൻ പഠിപ്പിച്ചാലും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ തല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അത് തടയാണ്. എന്നിട്ട് അനിരുദ്ധ മാമിയോട് നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഇവളെ എന്തിനാ പഠിക്കാൻ നോക്കിയത്, അവളുടെ സംശയമല്ലേ ചോദിച്ചോളൂ, ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾക്ക് അറിയാത്ത കാരണമല്ലേ, അവൾക്കൊരു തെറ്റിദ്ധാരണ പറ്റിയിട്ടല്ലേ, അവൾ ചെറിയ കുട്ടിയല്ലേ, പിന്നെ എന്തിനാ അവളെ അടിക്കാൻ നിൽക്കണ്, ഇതൊക്കെ ഈ പ്രായത്തിൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടായിരിക്കാം എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, ഇപ്പോൾ ഇവൾക്ക് തോന്നണ ഈ സംശയങ്ങളൊക്കെ നമ്മളല്ലേ മാറ്റി കൊടുക്കേണ്ടത്, നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ തെറ്റുകാരൻ നമ്മളാണ്. അവളിങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കേണ്ടത് നമ്മളാണ്, നമ്മളെ ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവൾ പിന്നെയും ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് പിന്നെയും വരും. അപ്പോൾ അതിന് നല്ലത് നമ്മൾ അതിനുള്ള ഉത്തരം കൊടുക്കണം, അതിലൂടെ അവൾക്ക് പുതിയ കാര്യങ്ങൾ അറിയുകയാണ് ചെയ്യുന്നത്, അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ബോന്തിതേനെ വിളിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കുകയാണ്. അവൻ ബോന്തിതയോട് ചോദിക്കുകയാണ്, ആകാശത്തിൽ പറക്കണതും പിന്നെ പൂവിലൊക്കെ ചെന്നിരിക്കുന്നതും ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അത് പൂമ്പാറ്റയല്ലേ എന്ന് പറയും. ശരിയാണല്ലോ, അപ്പോൾ നമ്മൾ ആ പൂമ്പാറ്റേനെ പോയി തൊട്ടാൽ അതെന്താ ചെയ്യാന്ന് ചോദിക്കും അനിരുദ്ധ് ബോന്തിതയോട്. ബോന്തിത പറയാണ്, അത് പറന്നു പോവും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അനിരുദ്ധ് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, അത് നമ്മൾ തൊടണത് അതിന് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് അത് പറന്നു പോകണമെന്ന് പറയും. അനിരുദ്ധ് പറയാണ്, അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും, നമ്മളിൽ ഒരാൾ വന്ന് തൊട്ടിട്ട് നമുക്കത് ഇഷ്ടമല്ല, നമുക്കൊരു അറപ്പ് തോന്നുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണ്, നമുക്ക് ഓടിപ്പോകാൻ തോന്നുകയാണ് അയാളുടെ അടുത്തെന്ന് വെച്ചെങ്കിൽ അതാണ് ചീത്ത സ്പർശനം, അതാണ് ബാഡ് ടച്ച് എന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അവൻ പറയാണ്, നിൻ്റെ ഈ പശുവില്ലേ, എന്തുകൊണ്ടാണ് നീ തൊടുമ്പോൾ ഓടാത്തത്, അത് സ്നേഹത്തോടെ കെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഇതിന് എന്നെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എന്നും അതിന് പുല്ലൊക്കെ കൊടുക്കും, എന്നും വെള്ളമൊക്കെ കൊടുക്കും, അതുകൊണ്ടാണ് ഇതിവിടെ കിടക്കണത്, എന്നെ ഇതിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അവൻ പറയാണ്, ഇപ്പോൾ നിന്നെ ഒരാൾ തൊട്ടിട്ട് നിനക്ക് അയാളോട് കൂടുതൽ ഇഷ്ടമാണ് തോന്നുന്നത്, നിനക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, നിനക്ക് സ്നേഹമാണ് തോന്നുന്നത്, നിനക്കൊരു സേഫാണ്, ആളുടെ കയ്യിൽ നീ സുരക്ഷിതമാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അതാണ് നീ ഗുഡ് ടച്ച് എന്ന് അവങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ അവിടെ നിൽക്കുന്ന മാമാക്കും മാമിക്കും ഒക്കെ ഇങ്ങനെ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അക്കാലത്തൊക്കെ ഇങ്ങനത്തെ സംസാരവും ഇങ്ങനത്തെ ടോക്കൊക്കെ എന്നുള്ളത് അവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നാണക്കേടുള്ള കാര്യമായിട്ടാണ്. അങ്ങനെ മാമി പറയാണ്, ഇതിവൻ ഇനി നമ്മൾക്ക് നാണക്കേടുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് മാമാനെ അവനെ തടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞേക്കാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മാമ പറയാണ്, മതി നിർത്ത്, ഞങ്ങൾക്ക് ഇനി സഹിച്ച് നിൽക്കാൻ പറ്റില്ല, നിർത്തിക്കോ, ഞങ്ങൾക്കിത് കേട്ടിരിക്കാൻ ഇനി പറ്റില്ല, നാണക്കേടുള്ള കാര്യമാണെന്നൊക്കെ മാമ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നാളെ എൻ്റെ ബോന്തിത ഇങ്ങനെ വീണ്ടും പറഞ്ഞു വരും, അതുകൊണ്ട് അവളുടെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ എന്നെ ഒന്ന് എനിക്കൊരു കുറച്ച് സമാധാനം തരണമെന്ന് മാമോട് ഇങ്ങനെ പറയണം. അപ്പോൾ മാമ അവിടുന്ന് പോവാണ്. അനിരുദ്ധ് ബോന്തിതയോട് ചോദിക്കുകയാണ്, നീ സൗരഭ് സമ്പൂർണ്ണയുടെ കൈ പിടിച്ചല്ലേ കണ്ടത്, അപ്പോൾ സമ്പൂർണ്ണയുടെ മുഖം എങ്ങനെയായിരുന്നു, ആൾ ദേഷ്യത്തിലായിരുന്നു അതോ സ്നേഹമായിരുന്നു മുഖത്തെന്ന് ചോദിക്കും. അപ്പോൾ ബോന്തിത ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ചേച്ചിയുടെ മുഖത്ത് സ്നേഹമായിരുന്നു എന്ന് പറയും. അനിരുദ്ധ് പറയാണ്, ഇപ്പോൾ നീ ഈ പശുക്കുട്ടീനെ തൊട്ടത് ഇഷ്ടം കൊണ്ടല്ലേ, ആ ഇഷ്ടം കൊണ്ട് തന്നെയല്ലേ അത് നിന്നെ തൊടാൻ സമ്മതിച്ചതും, അതുപോലെ തന്നെയാണ് ഇപ്പോൾ സൗരഭിൻ്റെ കാര്യത്തിലും അവനും ഇഷ്ടം കൊണ്ടാണ് തൊട്ടത്, അല്ലാണ്ട് അവളിനെ ഉപദ്രവിച്ചതല്ലാന്ന് ബോന്തിതേനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് ബോന്തിതയ്ക്ക് കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ അവൾ പറയുന്നത്, ഇങ്ങനെയാണ് അല്ലേ, ഇപ്പോഴായാലും എനിക്കെല്ലാം മനസ്സിലായി എന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ബോന്തിതയുടെ അമ്മ അകലെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ ബോന്തിതയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള ആളെ തന്നെയാണ് അവൾക്ക് കിട്ടിയേക്കുന്നത്. അവളുടെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും അവൻ നന്നായി തന്നെ കൊടുക്കുന്നുണ്ട്. അവളുടെ ഭാഗ്യമാണെന്നൊക്കെ അമ്മ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ രാത്രി ബോന്തിതി സമ്പൂർണ്ണം കൂട്ടിയിട്ട് കല്ല് കളിക്കാനാണ് കാണിക്കുന്നത്. അപ്പുറത്ത് ഒരു കട്ടിൽമ സൗരഭും ഒരു കട്ടിൽമ അനിരുദ്ധും കിടന്നിട്ട് ബുക്ക് വായിക്കുന്നുണ്ട്. ബോന്തിത അനിരുദ്ധിനോട് ചോദിക്കുകയാണ്, കളിക്കാനുണ്ടോ? കളിയൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയണം, എനിക്കിപ്പോൾ ബുക്ക് വായിക്കണം, ഞാൻ കളിക്കാനൊന്നും വരുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവന് അവിടെ കിടക്കണം. അപ്പോൾ അവനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോന്തിത കാണുകയാണ് അവനിങ്ങനെ കൊതുവിനിങ്ങനെ ആട്ടുന്നത്. കൊതു ശല്യം കൊണ്ട് അവനിങ്ങനെ കൊതുവിനിങ്ങനെ ആട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സമ്പൂർണ്ണ സൗരഭിനെ നോക്കുമ്പോൾ അവന് അവളുടെ മുഖത്തേക്ക് നോക്കാണ്ട് തിരിഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ബോന്തിത അവിടെ നിന്ന് എണിച്ചിട്ട് ഓടിയിട്ട് ഒരു സാധനം ഇങ്ങനെ കയ്യിലാക്കി വരികയാണ്. എന്നിട്ട് പറയാണ്, ഇത് പോക്കറ്റിലിട്ടോ, അപ്പോൾ കൊതുശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനത് കയ്യിൽ മേടിച്ചിട്ട് മണത്ത് നോക്കുമ്പോൾ അത് ഇഞ്ചിയാവും. അപ്പോൾ അവന് തീരെ അത് ആ മണം ഇഷ്ടമല്ലാണ്ട് അത് ദൂരേക്ക് വലിച്ചെറിയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് മണ്ണുള്ള സാധനങ്ങളൊന്നും വേണ്ട, ഞാൻ കിടന്നുറങ്ങിക്കോളാം, നീ പൊക്കോന്ന് ബോന്തിയോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ മാമ അവിടേക്ക് വന്നിട്ട് പറയാണ്, മോനെ ക്ഷമിക്കണം, ഈ ചെറിയ ഗ്രാമത്തിൽ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് പറ്റിയ അസൗകര്യങ്ങൾ ഒരുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, അതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് പറയാണ്, അതൊന്നും സാരമില്ല, ഇത് ഇന്നത്തെ രാത്രിയും കൂടിയല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിക്കോളും, നാളെ രാവിലെ പോവാമല്ലോ എന്നൊക്കെ അവൻ തന്നെ പറയണം. അപ്പം മാമ അവിടെ നിന്നിട്ട് പോവാണ്. പിന്നെ അനിരുദ്ധിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ അനിരുദ്ധിൻ്റെ റൂമിലേക്ക് സൗദാമിനി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ തന്നെ എടുത്ത് നോക്കുന്നുണ്ട്, അവൻ്റെ തൊപ്പിയൊക്കെ തലയിൽ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അവനെ പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അവനിങ്ങനെ പറഞ്ഞതൊക്കെ അവളിങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ കല്യാണം കഴിക്കേണ്ടി വന്നത് അവൻ്റെ ഗതികേടുകൊണ്ടാണ്, അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അവൻ പറഞ്ഞില്ലേ, അതൊക്കെ അവൾ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ അവനുള്ള രീതിയിൽ ഇങ്ങനെ അവൾ തന്നെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അപ്പോഴാണ് അവിടേക്ക് അനിരുദ്ധിൻ്റെ അച്ഛൻ കയറി വരുന്നത്. ഒരാൾ സൗദാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര സ്മാർട്ടാണെന്ന്. സൗദാമിന് പറയും, നിങ്ങളെന്താ പറഞ്ഞു വരുന്നെന്ന്. അപ്പോൾ ആൾ പറയും, ഞാൻ പറയാതെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന്, അത് നീ മനസ്സിലാക്കുമെങ്കിൽ മാത്രം എന്ന് പറയും. പിന്നെ ബോന്തിത തന്നെയാണ് കാണിക്കുന്നത്. ബോന്തിത അമ്മയുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പോവാൻ വേണ്ടിയിട്ട്. അവളോട് അമ്മ ചോദിക്കുകയാണ്, ഞാൻ നിൻ്റെ കൂടെ നാളെ വന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ അമ്മേനെ പിടിച്ചു വെച്ചിട്ട് എന്തായാലും എൻ്റെ കൂടെ കൊണ്ടുവരും, എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന വാക്കാണ്, അമ്മേനെ കൂടെ കൊണ്ടുപോവുക, എൻ്റെ കൂടെ എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാവുമെന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന വാക്കാണ്, ആ വാക്ക് എന്തായാലും നിറവേറ്റാണ്ടിരിക്കില്ല എന്ന് അമ്മോട് ഇങ്ങനെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ആകെ വിഷമിച്ചിട്ട് അന്ന് ത്രിലോചം വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുകയാണ് സൗദാമിനിയോട് അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്, അവൾ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, അവനിപ്പോൾ വെറും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടാണ് അവളെ ഇവിടെ നിർത്തിയേക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ പറയാണ്, അവന് ഉത്തരവാദിത്വമാണ്, അവൻ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്, അവനെ ഒരിക്കലും അവളുടെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, അവളെ ഇപ്പം എന്തായാലും അവൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല, പക്ഷേ ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞാൽ അവൾ ഇതേപോലെ ആവില്ലല്ലോ, അവൾ വലുതാവും, അപ്പോൾ നീയും അനിരുദ്ധും തമ്മിലുള്ള ബന്ധം എന്താവും, അപ്പോൾ നിങ്ങളുടെ ബന്ധം തകരില്ലേ, ഒന്നും വേണ്ട, നിൻ്റെ അച്ഛൻ തന്നെ സമ്മതിക്കുമോ, നിങ്ങൾ സ്നേഹത്തിലാണെന്ന് ഈ സമൂഹം തന്നെ സമ്മതിക്കുമോ, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പോൾ അവരുടെ ബന്ധത്തിനല്ലേ കൂടുതൽ വില എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനിങ്ങനെ സൗദാമിനി ഇങ്ങനെ ചൂടാക്കുകയാണ്. അച്ഛനിങ്ങനെ ബോന്തിതനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് സൗദാമിനിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. സൗദാമിനിയെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് തന്നെ ബോന്തിതനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനിങ്ങനെ പറയുന്നത്. അപ്പോൾ സൗദാമിനി പറയാണ്, അനിരുദ്ധ എപ്പോഴും എൻ്റെ തന്നെയാണ്, അവനെ വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള രീതിയിലാണ് സൗദാമിനി അവിടെ സംസാരിക്കുന്നത്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ അവിടെ കൊതുവിനായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തലങ്ങും വിലങ്ങൊക്കെ ഇങ്ങനെ ആട്ടി വിടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മ ഓടി വരുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്. എന്നിട്ട് അമ്മ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് പറയാണ്, ഈ ചെടി അടുത്ത് വെച്ചാൽ കൊതുകുകൾ വരില്ല മോനെ എന്ന് പറയുന്നുണ്ട്. പറയാണ്, അമ്മയ്ക്ക് അറിവൊക്കെ എവിടുന്നാണ് കിട്ടിയത്, അമ്മ പഠിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചെന്നൊക്കെ അങ്ങനെ ചോദിക്കും. അപ്പോൾ അമ്മ പറയാണ്, മോനെ നമ്മളുടെ പ്രകൃതിയിലുള്ള നമ്മൾ എല്ലായിടത്തും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നമുക്കതിനുള്ള അറിവ് കിട്ടും, നമ്മൾ സൂക്ഷ്മതയോടെ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി എന്ന് അമ്മ അങ്ങനെ പറയുന്നുണ്ട്. അമ്മ പറയാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് നിനക്കൊരു പ്രശ്നമില്ല എന്നറിയാം, നിനക്കത് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ നിൻ്റെ ബാക്കിയുള്ള വീട്ടുകാർ നീ എന്നെ അംഗീകരിക്കണ പോലെ അവരെന്നെ അംഗീകരിക്കുമോ, ഒരു വിധവേനെ അവരുടെ വീട്ടിലേക്ക് സ്വീകരിക്കുമോ എന്നൊക്കെ അമ്മ അങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ അവനാകെ ഒന്നും പറയാനില്ലാതെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അവൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ആലോചിക്കുകയാണ്, ഒരു വിധവേനെ വീട്ടിൽ കയറ്റരുതെന്നും അവൻ്റെ വീട്ടിലൊരാളും ആ അമ്മേനെ കയറ്റാൻ സമ്മതിക്കില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. എന്നിട്ട് അവൻ്റെ ഒരു വാശി കൊണ്ടാണ് അമ്മേനെ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കുന്നത്. പക്ഷെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനാകെ വിഷമത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അമ്മ പറയാണ്,
എനിക്ക് നിങ്ങളുടെ വീട്ടിലത്തെ ഭക്ഷണം പോലും ഇങ്ങനെയാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അവരുടെ ഒരു സമ്മതമല്ലാണ്ട് അവർക്ക് ഞാനവിടെ നിൽക്കുന്നത് പ്രശ്നമാണെങ്കിൽ പിന്നെ ഞാനെങ്ങനെ നിങ്ങളുടെ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുക, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അനിരുദ്ധ് പറയാണ്, ബോധിതക്ക് ഇപ്പോൾ അമ്മേനെ ഏറ്റവും അത്യാവശ്യമുള്ള സമയമെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയാണ്, ഇപ്പോൾ ബോധിതക്ക് എന്നെക്കാൾ അത്യാവശ്യം നിന്നെയാണ്. നീ നന്നായിട്ട് അവളെ നോക്കണം, അവളുടെ എല്ലാ കാര്യങ്ങളും നീ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നറിയാം. നീ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് അവളുടെ മനസ്സിൽ പേടി വരാതെ നീ അവളെ നോക്കണം എന്നൊക്കെ അമ്മ അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അവന് ഒന്നും മിണ്ടാണ്ട് അത് തന്നെ കേട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം സമ്പൂർണ്ണ സൗരഭിനോട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവന് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. അവളോട് എന്തോ ദേഷ്യമുള്ള പോലെയാണ് അവനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ബോധിത അവിടെ ഒന്ന് പറയാണ്, ഞാൻ അമ്മയുടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളത്, ഇനി പോകുക വേണ്ടെന്ന് പറയുമ്പോൾ മാമി അവളോട് പറയാണ്, അതിന് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ആളെവിടെ പോയി, അവനെ ഇല്ലെന്ന് പറയുമ്പോൾ മാമ അവിടുന്ന് ഓടി വരികയാണ്. എന്നിട്ട് അനിരുദ്ധിനെ കാണാനില്ല, ആൾ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ മാമി ഇങ്ങനെ അഭിനയിക്കുകയാണ്, അയ്യോ എൻ്റെ ബോധിതനെ ഇവിടെ ഇട്ടിട്ട് പോയേ, അവൾ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞത് അവന് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ, അതുകൊണ്ടാവോ അവൻ പോയതെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാണ്, പത്തിബാബ എന്താ ചെയ്ത്, എന്നെ എന്താ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയിന്ന് അവളും ഇങ്ങനെ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതോട് കൂടിയിട്ടാണ് 25ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.